കാത്തിരിക്കുന്നവന് കനകം കൊണ്ടെത്തരും പടച്ചോൻ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കാറുണ്ടോ? പണ്ടൊക്കെ നടന്നിട്ടുണ്ടാവും. ശരി, അങ്ങനെ പറയുമ്പോൾ എൻ്റെ കുറച്ചുകൂടെ പാസ്റ്റ് പറയേണ്ടി വരും. എവിടെയും ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ആനിമലാണ് മനുഷ്യനെന്നല്ലേ പറയുന്നത്. സ്ഥിരം രാവിലെ ഡോർ തുറക്കുന്ന സമയത്ത് സാർ എന്നെ കണിയായിട്ട് ഉണർന്ന ഒരുപാട് ദിവസങ്ങൾ മതപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സംഭവിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് ആരും മനഃപൂർവ്വമല്ല ഇതൊന്നും. അതാണ് ഇതിൻ്റെ സംഭവിച്ചു പോകുന്നതാണ്. ഭയങ്കര ആരാധനയായിരുന്നു. പ്രസിഡന്റ് അസിസ്റ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. കയറാം എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയതാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ പ്രൊഡ്യൂസറുടെ വക ഇതും കടന്നു പോകും. വീണ്ടും ഈ സംശയങ്ങളൊക്കെ മാറും. നമസ്കാരം. ദിലീപ് മേനോൻ ഒരു സംവിധായകനായിരുന്നു, ഒരു സഹസംവിധായകനായിരുന്നു, ഒരു നാടക നടനായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സിനിമയാണ് ജനഗണ. അദ്ദേഹമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളും ഇദ്ദേഹത്തിന് ഇൻ്റർവ്യൂ നോക്കി, പക്ഷേ ഇന്നലെയാണ് എനിക്ക് കൈ കിട്ടിയത്. എന്താണെന്ന് എനിക്കറിയില്ല, കിട്ടാറില്ല. കിട്ടിയപ്പോൾ അതേ കൂടി അങ്ങ് പിടിച്ചെടുത്തു. നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. പക്ഷെ ഇന്നലെ എനിക്ക് നമ്മുടെ വെബ് സീരീസ് കണ്ടതിന് ശേഷം ഒന്നും കൂടി ഇഷ്ടം കൂടി. നല്ല പോലീസ് ഓഫീസറാണോ ചീത്ത പോലീസ് ഓഫീസറാണോ മൊത്തം കണ്ടതിന് ശേഷം ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി വന്നിട്ട് ഒഴിച്ച് കാണാം, അല്ലേ? ഒരു സിനിമാ മേഖലയിൽ ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് ചൂടുറപ്പിച്ചിരുന്നു, അല്ലേ? വിനീത് ശ്രീനിവാസൻ്റെ പടത്തോടു കൂടി. എനിക്ക് തോന്നുന്നു അത് ഒരു ഡിസംബർ മാസം ക്രിസ്മസിനാണ് റിലീസ്. ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് നമ്മളെല്ലാവരും കൂടെ ഇരുന്നൊരു ഇന്റർവ്യൂ എടുത്തു. അതിനുശേഷം നമ്മൾ ഇതുവരെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല, അല്ലേ? ഒരു സംവിധായകൻ എന്ന നിലയിലാണോ തൃപ്തൻ, ഒരു നടൻ എന്ന നിലയിലാണോ തൃപ്തൻ? രണ്ടിലും പൂർണ്ണമായിട്ട് തൃപ്തനാണ്. ശരി, എവിടെയാണ് ചൂട് ഉറപ്പിക്കുന്നത്? ബേസിക്കലി സിനിമയുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഒരു സിനിമയിൽ ഇപ്പോൾ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൂടെ കംഫർട്ടാണ്. കുറേ കൂടെ നമുക്ക് ആ ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷം മാത്രമേ നമുക്ക് ഉൾക്കൊള്ളേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആസ് എ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയുടെ ഒരു ബീജാവാപം മുതൽ, അത് എന്ന് മുതൽ ആ സിനിമയുടെ ആദ്യ കഥയുടെ ആ ത്രെഡ് എന്ന് ഉത്ഭവിക്കുന്നു അന്ന് മുതൽ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും അതിൽ ഓരോ കഥാപാത്രങ്ങളുടെയും സംഘർഷങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും എല്ലാം ചെയ്ത് ആ ഒരു സിനിമ പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ടോട്ടാലിറ്റി, അത് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ ആദ്യ സിനിമ കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു സിനിമയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, അല്ലേ? അതെന്താണ് അവിടെ ഒരു പോകാൻ കഴിയാതെ വരികയായിരുന്നില്ല. ആക്ച്വലി രണ്ടാമത്തെ സിനിമേൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റുമായിട്ട് പറഞ്ഞ് ആർട്ടിസ്റ്റ് അത് ചെയ്യാൻ വില്ലിങ് ആയി. അത് നിൽക്കുന്ന സമയത്ത് മറ്റൊരു സിനിമ അനൗൺസ് ചെയ്തു. ആക്ച്വലി നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങാനായിട്ട് സിനിമ അനൗൺസ് ചെയ്തു. നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര, നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന, മുഖ്യധാര ഡയറക്ടർ ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ കഥയായിട്ട് നമുക്ക് ഒരുപാട് സാമ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ പ്രൊജക്റ്റ് മൊത്തമായിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. രജിസ്ട്രേഷൻ ചെയ്തില്ല? അല്ല, അത് യാദൃച്ഛികമായിട്ട് വന്ന ഇതാണ്, അല്ലാതെ വേറെ ഒരു രീതിയിലും ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല. നമ്മൾ ആ ഒരു കഥ അതിൻ്റെ ഒരു കേട്ടപ്പോൾ നമുക്ക് തോന്നി അതിൻ്റെ ചില എലമെൻസുകൾ ഒരുപോലെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ എവിടേക്കോ സാമ്യതകൾ ഉണ്ടായിരുന്നു. വേണ്ട നിലയിൽ താങ്കളെ സിനിമാ മേഖല ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഒരു നടൻ എന്ന നിലയിൽ? എനിക്ക് സ്വഭാവമായിട്ട് തോന്നിയിരിക്കുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. ഇല്ല, അങ്ങനെ ഒരു തോന്നലൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇനിയും സമയമുണ്ടല്ലോ, ഒരുപാട് എന്താ പറയുക, ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ വരാനുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ നല്ല കഥാപാത്രങ്ങൾ ഉറപ്പായിട്ടും എന്നെ തേടി വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് ഉറപ്പുണ്ട് എനിക്ക്. ലിജോയുടെ സിനിമ ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു ജനഗണനയിൽ ഇല്ലായിരുന്നു, പൃഥ്വിരാജിൻ്റെ സിനിമയിൽ താങ്കൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ അറിയപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല. ലിജോൻ്റെ സിനിമ പോലും ആ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള നിമിഷം വരെയും ഞാൻ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് ഉണ്ടായിരുന്നില്ല. ശരി, അങ്ങനെ പറയുമ്പോൾ എൻ്റെ കുറച്ചുകൂടെ പാസ്റ്റ് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പോലെ ഞാനൊരു നാടക നടൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഞാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ മാത്രമേ നാടകങ്ങൾ ചെയ്തു. പിന്നെ തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിരുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമയുടെ തൊട്ടടുത്തായിരുന്നു എൻ്റെ കോളേജ്, ഞാൻ പഠിച്ച കോളേജ്. പക്ഷേ ഞാൻ സ്പെൻഡ് ചെയ്ത് മുഴുവൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ്. അങ്ങനെയാണ്. അവിടെയുള്ളവരൊക്കെ ആയിട്ടുള്ള നിരന്തര സമ്പർക്കവും തൃശ്ശൂർ നാടകക്കാരൊക്കെ ആയിട്ടുള്ള നല്ല സൗഹൃദങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്രമേ നാടകങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആക്ച്വലി ഞാനൊക്കെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്ടർ ആവുന്ന സമയത്ത് എന്താ വെച്ചാൽ മലയാള സിനിമയിൽ ഈ കലോത്സവവേദികളിൽ തിളങ്ങുന്ന ആളുകളെ സിനിമയിലേക്ക് നേരിട്ട്
ഡയറക്ടർ എൻട്രി കിട്ടുന്ന സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഡിസോൺ ഇൻട്രസോണൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിളി തന്നെ വരും, അല്ലെങ്കിൽ വീണ്ടും മുന്നിലൊരു ദിവസം ഒരു കാറ് വന്ന് നിൽക്കും, അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ തൊട്ട് സത്യം പറഞ്ഞ് നല്ല ഡ്രസ്സ് ഇട്ടാണ് വീട്ടിലിരിക്കാൻ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നും സംഭവിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വാഭാവികം നമ്മുടെ ഡ്രസ്സിന്റെ പുതുമയൊക്കെ നഷ്ടപ്പെട്ട് പഴയ ഡ്രസ്സിലിട്ട് നമ്മൾ നടന്നു. നമ്മൾ അങ്ങോട്ട് സിനിമയെ തേടി നടക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സിനിമയിൽ ആരെയും അറിയില്ല. സിനിമയിൽ നമ്മൾ ഈ ടൈറ്റിലിൽ കണ്ടിട്ടുള്ള പേരുകളുണ്ട് എന്നല്ലാതെ അവരുടെ നാട് ഏതാണെന്ന് ഒരു പിടിയില്ലാതെ നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മളൊരു അന്വേഷണമായിരുന്നു. അഭിനയിക്കാനായിട്ടാണ് ഞാൻ ആദ്യം ചാൻസ് തേടി നടന്നത്. പക്ഷെ അന്നൊന്നും നമുക്ക് എവിടെ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമയുടെ കൂടെ സഞ്ചരിച്ചേ പറ്റൂ, സിനിമയിൽ വേണം, സിനിമയുടെ കൂടെ സഞ്ചരിച്ചേ പറ്റൂ. അങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ഒരു അവസരം കിട്ടുകയും പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി. ആ തുടർച്ചയിൽ സിനിമയുടെ എന്താ പറയുക സൗന്ദര്യം അല്ലെങ്കിൽ സിനിമയുടെ ഒരു യഥാർത്ഥ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ആക്ടിങ്ങിനോട് പതിയെ ആ സമയത്ത് സത്യമായിട്ടും പതിയെ ഞാനൊന്ന് അകന്നു. ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തോ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയത്തോ ഒരു സിനിമയിൽ പോലും പലരും പല വേഷങ്ങളും വരുന്ന സമയത്ത് ചെയ്യാൻ നിർബന്ധിച്ച സമയത്ത് പോലും ഞാൻ ചെയ്തിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് തന്നെയാണത്. അഭിനയം എന്ന് പറയുന്നത് നേരെ മാറി സിനിമയുടെ പിന്നിൽ എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ വീണ്ടും സംഭവിച്ചത് വളരെ യാദൃച്ഛികമായിട്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സായിരുന്നു ജനഗണമനയിൽ നടന്നത്. എന്താണ് അങ്ങനെ ബലമായിട്ട്? അത് നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ആന കഴിഞ്ഞിട്ട് പിന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് ഞങ്ങൾ ആലുവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ ഇറങ്ങി, മമ്മൂക്കയുടെ പടത്തിൻ്റെ. അപ്പോൾ അതിൽ മുരളി ഗോപിച്ചേൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ജനഗണമന ഷൂട്ട് ആ സമയത്ത് പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിനി ദിവാകർ എന്ന് പറഞ്ഞത്. റിനി ആ പോസ്റ്റർ മുരളിച്ചേൻ്റെ പോസ്റ്റർ എനിക്ക് അയച്ചു. അപ്പം ഞാൻ വിചാരിച്ചു റിനി വർക്ക് ചെയ്ത പടത്തിൻ്റെ ആയിരിക്കും എന്ന് വെച്ചാൽ തംസപ്പ് തിരിച്ചയച്ചു. അപ്പോൾ റിനി പറഞ്ഞു നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് നെറ്റിയിലൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആ ക്യാരക്ടേഴ്സ് നെറ്റിയിൽ കൈ വെച്ച് നോക്കുമ്പോൾ ശരിയാണ് എൻ്റെ ചീസും എവിടെയൊരു സാദൃശ്യം. ഞാൻ വെറുതെ ഒരു മെസ്സേജ് അയച്ചു, ശരിയാണോ നല്ല ചായ ഉണ്ട്, നല്ല ആയ സമയത്ത് അഭിനയിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ഫോട്ടോ ഇവർ വന്നേനെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് ഇവനെന്തോ സ്ട്രൈക്ക് ചെയ്തിട്ട് ആ സമയത്ത് ഇവർ ഈ വൈദർശൻ എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇവർ സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എൻ്റെ ഫോട്ടോ കൊണ്ട് ഡിജോന് കാണിച്ചു കൊടുക്കുന്നു. ഡിജോ പെട്ടെന്ന് പറഞ്ഞു ഇത് ഓക്കെയാണ് വിളിക്കാൻ പറയുന്നു. റിനി വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു റിനി ഞാനില്ല, ഞാൻ പരിപാടിയില്ല, എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് നടക്കുകയാണ്. അപ്പോൾ റിനി പറഞ്ഞു ഇല്ല നിങ്ങളൊന്ന് വരൂ. റിനി ആക്ച്വലി പറഞ്ഞ വേർഡ് ഇതാണ്, നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണ് ആയിരിക്കും, ഒന്ന് വരൂ പ്ലീസ്, ഞാൻ ടിക്കറ്റ് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എവിടെയായിരുന്നു ഷൂട്ട്, അവിടേക്ക് ഞാനൊരു ദിവസം ശരി ഞാൻ ഡിജോനെ കാണാൻ വരാമെന്ന് പറഞ്ഞ് ഡിജോനെ കാണാൻ ചെല്ലുന്നു. അവിടെ നിന്ന് ഞാൻ ചെന്നപ്പോൾ ഡിജോൻ്റെ പെരുമാറ്റമാണ് എന്നെ വല്ല, കാരണം ഞാൻ ഡിജോ ആദ്യമായിട്ട് കാണുന്നത്. ഡിജോനെ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ഡിജോനെ അറിയില്ല. ഡിജോ ക്യൂൻ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് വേറെ ഡിജോ എന്നെ ഇങ്ങനെ കണ്ടു ആദ്യമൊക്കെ ഷെയ്ക്കുന്നത് ബ്രോ നമ്മളങ്ങ് ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം സത്യം ശരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിജോ സ്ക്രിപ്റ്റ് തരുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞാൻ വീണ്ടും ഷാരിസിനോട് ചോദിച്ചു, ഷാരിസ് പറഞ്ഞു നിങ്ങൾ ചെയ്യൂ ഇത് ഓക്കെയാണ്. അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് ഡിജോൻ്റെയും ഷാരിസിൻ്റെ ഒക്കെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു ജനഗണമന എന്ന് പറയുന്ന സിനിമയുടെ. തീർച്ചയായും. പക്ഷേ ഭയപ്പെട്ടിരുന്നു അല്ലേ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടു. ഞാൻ യെസ് പറയുമ്പോൾ ഭയപ്പെടില്ല. യെസ് പറയുമ്പോൾ എനിക്ക് ഒരു ധാരണയില്ല ഇത് എന്താണ് ഒരു ദിവസം. ഞാൻ മേ ബി ഒരു ദിവസത്തെ ഷൂട്ട് എന്തെങ്കിലും എങ്ങനെയൊക്കെ ആയിരിക്കും മാത്രമേ വിചാരിച്ചുള്ളൂ. പിന്നീട് എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റ് പോലും മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അന്ന് ഡയറക്റ്റ് ചെയ്യാൻ നിന്നിരുന്ന ഞങ്ങൾ ആലുവയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് പോലും മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സമയത്ത്. പക്ഷേ ആ സിനിമ ശരിക്കും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മുടെ വെബ് സീരീസിൽ വന്നു കഴിഞ്ഞാൽ ഇതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വെബ് സീരീസ്. ഉറപ്പായിട്ടും. ഞാൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എൻ്റെ ഒരു ചോദ്യം ഉയരുകയും ചെയ്തു. ഇതും വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് നജീബ് കോയ ഈ സാധനം. ഇനി നമ്മൾ കണ്ടു തീർക്കുമ്പോഴാണ് നമുക്ക് ഇത് എവിടെയാണ് എത്തിത്തീരുന്നതെന്ന് മനസ്സിലാക്കാൻ. താങ്കൾ ചെയ്യുന്ന സിനിമകൾ ചർച്ച ചെയ്യപ്പെടും. അത് എന്താ പറയുക നമ്മുടെ ഒരു ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കാലം ചിലപ്പോൾ സിനിമയുടെ പിന്നിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്നതുകൊണ്ടൊക്കെയുള്ള റിസൾട്ടായിരിക്കാം. നമുക്ക് എന്തിൻ്റെ പുറകിൽ നമ്മളെങ്ങനെ നിൽക്കുന്നു അതിൽ നിന്ന് റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവില്ല. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ വെബ് സീരീസ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏത് രീതിയിലേക്കൊക്കെ അത് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു സിനിമ എനിക്ക് പറയുന്നൊരു മതപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ സംഭവിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങളെ ആണത് ചർച്ച ചെയ്യുന്നത് തോന്നുന്നു. ഒരു വ്യക്തിയുടെ ഇന്ന് വരെ ഉണ്ടായിരുന്ന നിലനിൽപ്പ് നാളെ
ഞാനല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷമുണ്ട് ഓരോ വ്യക്തിയുടെയും. നമ്മൾ ഇന്ന് വരെ എങ്ങനെയാണോ ജീവിച്ചത്, എവിടെയൊക്കെയാണോ ജീവിച്ചത്, എന്തൊക്കെയായിരുന്നു നമ്മുടെ ചുറ്റുപാടുകൾ എന്നുള്ളതിനെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ ഇതൊന്നുമല്ല ഞാൻ എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. ആ ഒരവസ്ഥയിൽ മേ ബി ഇതെല്ലാം സോഷ്യലി ഇതെല്ലാം ബന്ധപ്പെടുന്നതായിരിക്കാം. ഈ പറഞ്ഞ മതമായിരിക്കാം, പൊളിറ്റിക്കലായിരിക്കാം, മറ്റുള്ള എല്ലാം ബന്ധപ്പെടുമായിരിക്കും. പക്ഷേ ഞാനല്ല, ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാനല്ലാതായി മാറുന്നൊരവസ്ഥ, അതെങ്ങനെ ഒരാൾ ഓവർകം ചെയ്യുന്നു? അല്ല, വലിയൊരു ചോദ്യമാണ് കേട്ടോ ഉന്നയിച്ചത്. നമ്മൾ ജനിച്ചു വളർന്നിട്ട് നമ്മൾ അവസാന നിമിഷം നമ്മളല്ല, ഇത് നമ്മുടെ ഒറ്റ മാതാപിതാക്കളല്ല. സെക്കൻഡിലാണ്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ അറിയുകയാണ് ഞാനല്ല എന്നറിയുന്നിടത്തുണ്ടാകുന്ന ഹു ആം ഐ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇതൊക്കെ നടന്നിരുന്നു എന്ന് വല്ലതും തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കാറുണ്ടോ? പണ്ടൊക്കെ നടന്നിട്ടുണ്ടാവും. മേ ബി നടന്നിരിക്കാം, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതകളുണ്ട്. ഒരൊറ്റ സെക്കൻഡിൽ മനുഷ്യൻ്റെ മനസ്സല്ലേ, ഒരൊറ്റ സെക്കൻഡിൽ എങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന മാനസികാവസ്ഥയുള്ളവരാണല്ലോ നമുക്ക്. ക്രൂരമാണ് അല്ലേ? എല്ലാം ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ആനിമലാണ് മനുഷ്യനെന്നല്ലേ പറയുന്നത്. പക്ഷെ അത് ഒരു സിനിമ, ഒരു നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ, നമ്മൾ ഒരു മൊബൈലിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അതെ. അല്ല, അത് മൊബൈലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ആ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. തീർച്ചയായിട്ടും അതിൻ്റെ അത് കുറച്ചുകൂടെ ചെറുതാവുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അറിയില്ല നമുക്കത്. കുറച്ചും കൂടെ വലിയ തിയേറ്ററിൽ കാണേണ്ടതാണ് ശരിക്കും. അതെ, അതാണ്, അങ്ങനെയാണ്. നജീബ്, എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിയത്? ദിലീപിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഞാൻ നജീബിനോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യമായിട്ട് നജീബിനോട് ഞാൻ ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് എത്തിയതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു ദിവസം എനിക്കൊരു കോൾ വരുന്നു, ഇങ്ങനെയാണ് ഒരു വെബ് സീരീസാണ്, ഒന്ന് സബ്ജക്റ്റ് ഒന്ന് കേൾക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് തൃശ്ശൂരാണ്. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളം വരാം, ഞാൻ വന്ന് കേൾക്കാം എന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് നിന്ന് നജീബ് കാണുന്നു. നജീബിനോട് ഈ പറഞ്ഞതുപോലെയാണ് ആക്ച്വലി ഒരു 3 എപ്പിസോഡേ പറഞ്ഞു. അല്ലെങ്കിൽ ആദ്യം നജീബ് കഥ പറയുന്ന രീതിയുണ്ട്. നേരത്തെ അവരൊക്കെ പറഞ്ഞ മാതിരിയാണ്, നജീബ് കഥ പറയുന്ന രീതി വേറൊരു ലെവലാണ്. നമ്മളെ അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും നജീബ്. ഒരു കുറച്ച് സമയം ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കണ്ട, സത്യം എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇനി എന്ത് എന്നുള്ളത് എനിക്ക് കേൾക്കണ്ട നജീബ്, ഇത് ഇത്രയും ഓക്കെയാണ്. അതിൻ്റെ ഒരു അടുത്തത് കേട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്നെ ബാധിക്കും. അത് കേൾക്കാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എനിക്ക്. മറ്റേ നമ്മൾ അറിയുന്നു ഇതാണ് എൻഡ് ഓഫ് ഇതാണ് എന്ന് അറിയും. അപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ അതിനനുസരിച്ച് മാനസിക എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. ഇതെനിക്ക് അറിയില്ല, ഞാൻ ആ പ്രോസസ്സിൻ്റെ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് എനിക്കാണ് യാത്ര ചെയ്യാൻ പറ്റും. ഒരു സിനിമ പാരമ്പര്യമൊന്നുമില്ല അല്ലേ? ഒന്നും പറഞ്ഞ പോലെ കലോത്സവ വേദിയിൽ നാടകവും അങ്ങനെ ഒരു സൗഹൃദ വലയത്തിൽ ഒരു സിനിമാ പാരമ്പര്യമില്ലാതെ ഇത്രയും മേഖലയിൽ പിടിച്ചിരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അല്ല, അത് സത്യമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട മിനിമം കുറച്ച് പരിപാടികൾ എനിക്ക് തോന്നി. നമുക്ക് എന്താ പറയുക, കലാപരമായിട്ട് കഴിവുണ്ടാവണം എന്നുള്ളതൊക്കെ ഓക്കെ, അങ്ങനെയുള്ളവരെ സ്വാഭാവികമായിട്ട് അതിലേക്ക് ചിന്തിക്കുള്ളൂ. അതല്ലാതെ ക്ഷമ എന്ന് പറയുന്നൊരു വലിയ ഫാക്ടറാണ്. കാത്തിരിക്കുന്നവന് കനകം കൊണ്ടെത്തരും പടച്ചോൻ എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമയിൽ കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുക എന്നൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനേക്കാൾ വലിയൊരു കാര്യമാണ് നമുക്കെത്ര മനസ്സുണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടായിരിക്കുക. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്ക് അവിടെയായിരുന്നു. വിവാഹത്തിന് മുൻപ് എൻ്റെ ഫാമിലി അച്ഛനാണെങ്കിലും എൻ്റെ സിസ്റ്റർ ആണെങ്കിലൊക്കെ ഞാൻ ഈ കാത്തിരിക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അമ്മയ്ക്കൊരു ചെറിയ ഭയമുണ്ടായിരുന്നു. അമ്മ ശരിക്കും അന്ന് ഞാനൊരു ഗവൺമെൻറ് സർവീസിലോ അല്ലെങ്കിൽ ഒരു ഗൾഫിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അമ്മയ്ക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനും ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അമ്മ സപ്പോർട്ടീവ് അല്ല എന്നല്ല പറയുന്നത്, എന്നാലും അമ്മ എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ അവരുടെ, സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും സെക്യൂർ ആവണം എന്ന്. അപ്പോൾ ആ ഒരു ഭയം അമ്മയ്ക്കുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ്. അപ്പോൾ അവിടെയും പക്ഷേ ഞാൻ സേഫായിരുന്നു, അവരെന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു. അതിനുശേഷം വിവാഹം കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ വൈഫ് ആണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ശ്രുതി എന്നാണ് പേര്. അപ്പോൾ അത്തരം സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മുടെ മാനസികാവസ്ഥയൊക്കെ മാറും. ഈ ക്ഷമയെന്ന് പറയുന്നത് ഒരേ കാത്തിരിപ്പാണല്ലോ. കാത്തിരിപ്പ്, ഇത് വരും, ഈ വേഷം വരും, നമുക്കൊരു ദിവസം വരും, വരും, നമ്മുടേതായ ഒരു ദിവസം വരും എന്ന് പറഞ്ഞൊരു കാത്തിരിപ്പ്. ഈ ജനഗണയ്ക്ക് ശേഷവും കഥാപാത്രങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രത്തിലേക്ക് വളരെ കുറച്ചാണ്.
അവിടെയും പിന്നീട് ഉപയോഗിക്കപ്പെടാതെ പോകുന്നു. അതാണ് നമ്മുടെ അതിൽ വലിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. അതിൽ ആ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആഴത്തിൽ ഏത് പടം ചെയ്താലും ഇനി അത് തന്നെ മനസ്സിൽ നിൽക്കുള്ളൂ. അത് ഉറപ്പായിട്ടും. മാറ്റില്ല. അതിൽ നിന്ന് മാറണമെങ്കിൽ അതിനപ്പുറത്തേക്ക് ചെയ്യണം. ഇത് ഇവിടെ വരുന്നതിന് തൊട്ടുള്ള മൊമെന്റ് വരെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരാൾ പറഞ്ഞത് ജനഗണമന ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും അത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് അങ്ങനെ ചിന്തിക്കാറില്ലേ? എന്താണ് എനിക്ക് നല്ല വേഷങ്ങൾ വരുന്നില്ല, എന്താണ് എന്നെ ഓർക്കുന്നില്ലേ ഈ ഡയറക്ടർമാർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ആക്ടേഴ്സ് ഓർക്കുന്നില്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന്, ഇത് വീണ്ടും വരും. ഈ ഒരു ജനഗണമന വന്നതുപോലെ തന്നെ സംഭവിക്കും ഉറപ്പായിട്ടും. നല്ല നമുക്ക് വരേണ്ട നല്ല ക്യാരക്ടറുകൾ ഉറപ്പായിട്ടും സംഭവിക്കും. അവിടെ ഒരു മടുപ്പാണ്, ഇല്ല ഒരു ക്ഷമയാണ് അല്ലേ? കാത്തിരിപ്പ് പക്ഷെ സുഖമാണ്. നല്ലത് വരുമെന്ന് ആലോചിച്ചിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ, നല്ലത് വരുമെന്ന് പ്രതീക്ഷയോടുകൂടിയുള്ളൊരു കാത്തിരിപ്പ് നല്ലതല്ലേ, സുഖമാണത്. സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുവലയം ഉണ്ടാവുമല്ലോ, സുഹൃത്തുവലയത്തിൽ ഇത് സംസാരം ഉണ്ടാവുമല്ലോ. സിനിമ എന്താണ് നീ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിട്ടുന്നില്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണ് അവരോട് ഇതേ മറുപടിയാണ് പറയുന്നത്? ഇല്ലില്ല, ഞാൻ അവരോട് പറയില്ലടാ, ഞാൻ ഭയങ്കര സെലക്റ്റീവാണ്. അവസ്ഥ പറയില്ല. അല്ല, പിന്നെ അവർക്കറിയാം ഞാൻ ബേസിക്കലി അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അല്പം മടിയുള്ള ആളാണ്. മടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ തിരിച്ചെൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കറിയാം എനിക്ക് അവിടെ ഇരിക്കാനാണ് കൂടുതൽ സമയം, അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു പോകില്ല. ഇല്ല, ചോദിച്ച് അങ്ങനെ അധികം പോയിട്ടില്ല. വേഷങ്ങൾ ഇല്ല, പോയിട്ടില്ല അങ്ങനെ അധികം. ഒരു സൗഹൃദമുണ്ട് സിനിമയ്ക്കുള്ളിൽ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒരുവിധം അറിയാവുന്ന എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. അങ്ങനെയല്ല, നമുക്കൊരു സൗഹൃദം ഇപ്പം നമുക്കൊരു സംവിധാനം അല്ലെങ്കിൽ നമ്മളെ കൂടെ അഭിനയിച്ച ആൾ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഇങ്ങനെ ഒരു സൗഹൃദ വലയം സിനിമയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെ ഒരു സൗഹൃദ വലയം ഉണ്ടോ? അങ്ങനെ ഒരു സൗഹൃദ വലയല്ല എനിക്കില്ല. അങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ സിനിമകളൊന്നും ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ അവരുമായിട്ടൊന്ന് കൂടിയാൽ നമുക്ക് കുറേ സിനിമകൾ കിട്ടുമല്ലോ. അവർ കുറേ സിനിമകൾ എടുക്കുന്നു. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടില്ല സത്യം. എന്താണ് ശ്രമിക്കാത്തത്? ആ ഒരു ചോദ്യമാണ്. കേട്ടിട്ടുണ്ട്, ശ്രമിക്കാതെ. എല്ലാവർക്കും അങ്ങനെ നമ്മളൊരു പക്ഷെ ഒരു സ്ഥലത്ത് ഒതുങ്ങുക എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഒക്കെ നല്ലത് നമുക്ക് സ്വതന്ത്രമായിട്ട് നൽകുകയല്ലേ. നമുക്കിപ്പോൾ എവിടെയും ആക്സസ് ഉണ്ട്, എവിടെയും എവിടെ ചെല്ലുമ്പോഴും ആരെയും കാണാം, സംസാരിക്കാം. മറ്റേതൊരു വിഭാഗം ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അതിൻ്റെ ആകുന്നതിനേക്കാൾ കുറച്ചും കൂടെ. രാജു പിന്നീട് പടങ്ങൾ ചെയ്യുന്നു, സംവിധായകനാവുന്നു, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ വരുന്നു, അങ്ങോട്ടൊന്നും ഒരു എൻട്രി കിട്ടുന്നില്ല. ആയിരിക്കാം രാജുവിനെ സംബന്ധിച്ച് രാജു സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ആളുകളെ രാജു വിളിക്കും ഉറപ്പായിട്ടും. അല്ല, രാജുവിന്റെ സിനിമയിലാണ് അഭിനയിച്ചത്. അതെ, അല്ല രാജുവാണ് രാജു വരെ ഏറ്റവും നല്ല അഭിനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നീട് രാജു ഡയറക്ഷനിലേക്ക് പോകുന്നു, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ വരുന്നു, അവിടെ ഒന്നും എത്തുന്നില്ല. അവിടെയാണ് നമ്മുടെ ഒരു ചോദ്യം ഇങ്ങനെ ബാക്കി നിൽക്കുന്നത്. അല്ല, അവര് ഒരിക്കൽ ഒരു ഏറ്റവും നല്ല അവസരം തന്നതല്ലേ, സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അടുത്ത അതുപോലെ ഒരു നല്ല അവസരം വരുന്ന സമയത്ത് അവർ വിളിക്കും ഉറപ്പായിട്ടും. അവർക്ക് തന്നെ മാറ്റി നിർത്തേണ്ട ഇവിടെ യാതൊരു ആവശ്യമില്ലല്ലോ. മാറ്റി നിർത്തിയെന്നല്ല, പക്ഷേ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്കൊക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിലുള്ള കാര്യമാണ് പറഞ്ഞത്. കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ചോദ്യചിഹ്നം അവിടെ ബാക്കി നിർത്തുകയാണ്. അല്ല, എനിക്ക് തോന്നുന്ന ഒരു നാളുകളിൽ ഏതെങ്കിലും ഒരു നല്ല കഥാപാത്രം വരുമ്പോൾ ഇത് ഇന്നാൾ ചെയ്താൽ നന്നായിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം അവർക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വിളിക്കും ഉറപ്പായിട്ടും. ഈ ഫാമിലി മാറ്റി വെച്ചാൽ നമ്മളെ കൂടെ നിന്ന് എപ്പോഴും നമ്മുടെ ദുഃഖങ്ങളാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിങ് ആയി നിൽക്കുന്ന ഒരു സുഹൃത്ത് വലയത്തിൽ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുകൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഏത് പേര് ഓർത്തെടുക്കും? എനിക്കങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ ഉറപ്പായിട്ടും അതിൽ ഒരാളുടെ പേര് പറയാൻ അതെ, ഒന്നിൽ കൂടുതൽ ഞാൻ പറയുകയും ചെയ്തു. അതെ, അങ്ങനെയുണ്ട്, കുറേ പേരുണ്ട്. നമ്മൾ വളരെ സ്വകാര്യമായിട്ട് നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ സിനിമാ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് എവിടെ നീ പോയത് ശരിയായില്ല അല്ലെങ്കിൽ നിനക്ക് കുറച്ചും കൂടെ സമയം എടുക്കണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. ഈ പോയത് ഒന്നും പോയിട്ടങ്ങ് എത്തണില്ല, അങ്ങനെ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളും കാണുമല്ലോ. എന്നോട് പറയുന്നത് നീ കുറേ കൂടെ ആക്റ്റീവ് ആവണമെന്ന് പറയാൻ. ആക്റ്റീവ് ആവാൻ മീൻസ് എപ്പോഴും സിനിമയുടെ കൂടെ. ഞാൻ പറഞ്ഞില്ലേ, മടിയനാണോ? മടിയനൊന്നുമല്ല, ഞാൻ മടിയനല്ല. എനിക്ക് പക്ഷേ ഒരു സിനിമ അല്ലെങ്കിൽ എപ്പോഴും അത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ കഴിഞ്ഞാൽ ഞാൻ അടുത്ത ലൊക്കേഷനിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്കൊന്ന് വീട്ടിൽ പോയി എനിക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കി ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് ഞാൻ ഇഷ്ടപ്പെടുന്നവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ ഒരു എനർജി കിട്ടും. സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് ശേഷം അടുത്ത സിനിമ. അപ്പോൾ ആ സമയത്തൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിരിക്കരുത്, അടുത്ത സിനിമയിലേക്ക് പോകുക എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ അവരെന്നെ മടിയനെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ എനിക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഒരുപാട് ഇഷ്ടങ്ങൾ വേറെ ഉണ്ട്. അതായത് എനിക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്, നല്ല സിനിമകൾ കാണാൻ ഇഷ്ടമാണ്.
അപ്പോൾ എൻ്റെ അത്തരം ആഗ്രഹങ്ങൾ കൂടെ എനിക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടതുണ്ട്. സിനിമ എങ്ങനെയാണോ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നത് അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പം അതും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അതിനും കൂടെ ഞാൻ സമയം എപ്പോഴും മാറ്റി വെക്കാറുണ്ട്, കണ്ടെത്താറുണ്ട്. പക്ഷെ അങ്ങനെ സമയം മാറ്റി വെക്കുന്നവർ നമുക്കൊരു സിനിമ കഴിഞ്ഞിട്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെ ഗ്യാപ്പുകൾ വരും. അവിടെ ഈ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് മാറും. പിന്നെ ഫാമിലിയുടെ കൂടെ അങ്ങ് യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ മറന്നുപോകും. അവിടെയാണ് പ്രശ്നം, നമ്മളെ മറക്കുന്നു അല്ലേ? അങ്ങനെ മറക്കുന്നു എന്ന് തോന്നുന്ന ഒരു സമയം വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആകുമായിരിക്കും. അല്ല, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇപ്പോൾ പ്രസൻ്റ്ലി എനിക്ക് തോന്നിയിട്ടില്ല, സത്യം. ഇല്ല, ഞാൻ ജനഗണമന കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഞാൻ എണ്ണിയിട്ടില്ല, പക്ഷെ എന്നാലും 10-12 സിനിമ, 13 സിനിമയോളം അങ്ങനെ എത്ര സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു ക്യാരക്ടർ വരുന്നില്ല. അല്ല, ഉപയോഗിക്കുന്നു മാത്രമേ. അതിപ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ഒരുപാട് നമ്മുടെ മുന്നിൽ കണ്ട എല്ലാവർക്കും അങ്ങനെ ചില ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ എപ്പോഴും വളരെ റയറായിട്ട് മാത്രം കിട്ടുന്നതാണ്. അത് സംഭവിക്കും. ഇനിയും വൺസ് ഇൻ എ ബ്ലൂ മൂൺ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കാം. ഈ മറ്റു ഭാഷകൾ അഭിനയിക്കാനുള്ള ഒരു മോഹം എങ്ങനെയാണ്? ആഗ്രഹമുണ്ട്. താങ്കൾക്ക് മറ്റു ഭാഷകൾ വളരെ യോജിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപിന്. എന്നോട് പലരും ബംഗാളി ആക്ടറാണെന്നൊക്കെ വിചാരിച്ചിരുന്നു ജനഗണമന കഴിഞ്ഞപ്പോൾ. ആദ്യം അങ്ങനെയായിരുന്നു ചർച്ച ചെയ്തത്. അങ്ങനെയായിരുന്നു. ഞാൻ മലയാളിയല്ല എന്നൊരു ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം ചർച്ച ചെയ്തത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതാണ്, അങ്ങനെ മറ്റു ഭാഷകളിലുള്ള ഓഫറുകളോ അങ്ങനെ ഒരു തേടിപ്പോക്കൊന്നും ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ തേടുന്നില്ല, പിന്നെ മറ്റു ഭാഷ ആരും വിളിച്ചാൽ ഉറപ്പായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. തമിഴും തെലുങ്ക് അടക്കം ഹോളിവുഡ് അടക്കം എല്ലാ സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആസ് എൻ ആക്ടർ. ഒരു വേഷങ്ങൾ ഇപ്പം നമുക്ക് മലയാളത്തിൽ ഒത്തിരി താരങ്ങളുണ്ടല്ലേ, നമ്മളെപ്പോലെ കഥാപാത്രങ്ങൾ ചെയ്ത ഒത്തിരി താരങ്ങൾ. പിന്നെ അതിലൊരു നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇയാൾ ചെയ്തതുപോലെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എനിക്ക് കൊള്ളാം എന്ന് തോന്നിയ ഒരു ആക്ടർ ആരായിരിക്കും? എനിക്ക് അങ്ങനെ, ഇതിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു മറുപടിയാണ്. എനിക്ക് മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മുടെ മനസ്സിലൊരായതുണ്ടല്ലോ അതുപോലെ അല്ല, അദ്ദേഹം അത് ഭയങ്കര അനായാസമായിട്ട് അഭിനയിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ ഒരു ആക്ടിങ് പാറ്റേൺ കണ്ടിട്ട് നമ്മളെപ്പോഴും മനസ്സിൽ വല്ലാതെ നമിച്ചു പോയിട്ടുള്ളൊരു ആക്ടറാണ്. ഇത്രയും അനായാസമായിട്ടൊരു മനുഷ്യനെ എങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റുക? എന്ത് തന്നെയായാലും ഇത് അഭിനയിക്കുകയാണ്. അദ്ദേഹം പെരുമാറുന്ന ഒന്നുമല്ല, അദ്ദേഹം അഭിനയിക്കുന്നതാണ്, ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നതാണ്. പക്ഷെ അത് ഇത്രയും അനായാസമായിട്ട് ചെയ്യുന്നത് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ. ഈ മലയാള സിനിമയിൽ അത്തരം കഥാപാത്രങ്ങൾ പിന്നെ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരാളും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ടി വിയിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയാണെങ്കിലും ഒരു മൂളൽ പോലും എന്തൊരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ആദ്യ സിനിമ അഭിനയിച്ചുമ്പോൾ അഭിനന്ദനം ആദ്യം അറിയിച്ചതാരാ? ആദ്യ സിനിമയുടെ എനിക്ക് തോന്നുന്നു ശ്രീകാന്തേട്ടനാണ് തോന്നുന്നു. ശ്രീകാന്ത് മുരളി ആണ്. ശ്രീകാന്തേട്ടനാണ് ആദ്യം. ഞാൻ ആക്ച്വലി ആ സിനിമ കഴിഞ്ഞ സമയത്ത് ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ജനഗണമന. ഞാൻ ആ സമയത്ത് സുഖമില്ലാതെ കിടപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ആ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അത് എത്രയും ദിവസം ഓടിയ ആ സമയങ്ങളൊന്നും പറ്റിയില്ല. അതിന് ശേഷമാണ് ഞാൻ അസുഖം മാറി എഴുന്നേറ്റത്. ശ്രീകാന്തനാണ് എനിക്ക് തോന്നുന്നു ആദ്യം വിളിച്ചത്. എനിക്ക് ആ സിനിമ കണ്ടിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമൻറ്റ് പറഞ്ഞത് എൻ്റെ വൈഫാണ്. അപ്പോൾ എൻ്റെ ആ സീനുകൾ വരുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ചില ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളെ ചീത്ത പറയുന്നതായിട്ട് ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ച ദിവസമാണ്. എനിക്ക് ആ കമൻറ്റ് ഭയങ്കര ഇഷ്ടം, ഞാൻ ഒരിക്കലും മറക്കില്ല. പൃഥ്വി എന്ത് പറഞ്ഞിരുന്നു? രാജു എന്നോട് അതിൻ്റെ 50ാമത്തെ സെലിബ്രേഷൻ്റെ എന്നാണ് കണ്ടത്. ആക്ച്വലി ഞാൻ ഷൂട്ടിൻ്റെ സമയത്ത് രാജുവിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ കോമ്പിനേഷനൊന്നും ഉണ്ടായില്ല. ഇല്ല. അന്നത്തെ ദിവസം എന്നോട് പറഞ്ഞു വളരെ നന്നായിരുന്നു. ഡിജോയുടെ സെലക്ഷൻ ഒക്കെ ആയിരുന്നു. അതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഇത് മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും എന്ത് രസമായിട്ട് ചെയ്ത. ക്യൂനെന്ന ചെറിയ സിനിമ വലിയ വിജയമാക്കിയ അതെ. ചെറിയ ഏതോ കുട്ടികളെ കൊണ്ടുവന്ന് ഒരു പരിചയമില്ലാത്ത കുറേ കുട്ടികളെ കൊണ്ടുവന്ന് വിജയമാക്കിയ ഒരാള്. അതിൽ നിന്നാണല്ലോ അവൻ്റെ ഒരു വളർച്ച. പിന്നെ പിന്നീട് ഒത്തിരി കാത്തിരുന്ന എനിക്ക് ഡിജോനെ മനസ്സിലായത് ഡിജോനെ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളൊരു മനുഷ്യനാണ്. എല്ലാവർക്കും ധാരണയുള്ളൂ, പക്ഷെ വളരെ വ്യക്തമായ ധാരണയുള്ള മനുഷ്യൻ. അത് ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നതിലാണെങ്കിലും ആ ക്യാരക്ടറിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നതിലാണെങ്കിലും. ഞാൻ ജനഗണമനയിൽ ആകെ ചെയ്തത് ഞാൻ മോണിറ്ററിന് മുന്നിൽ പോകാറില്ല.
കഴിഞ്ഞതിന് ശേഷം. അത് എൻ്റെ ഭയം കൊണ്ടാണ് പോകാത്തത്. ഒരൊറ്റ പ്രാവശ്യം ഞാൻ വെറുതെ ഒന്ന് മോണിറ്ററിന് മുന്നിൽ പോയപ്പോൾ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞിങ്ങനെ നടന്നു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ആ മോണിറ്റർ അത് കഴിഞ്ഞ് റീടേക്കിൻ്റെ സമയത്ത് ഞാൻ അത് കണ്ടപ്പോൾ 48 frames ആണ്. അപ്പോൾ എനിക്ക് രസം തോന്നി. അപ്പോൾ ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ കൈയൊന്നും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നടന്ന്. അപ്പോൾ അത് കഴിഞ്ഞ വഴിക്ക് ഇടിച്ചു പറഞ്ഞു, എന്നാ വേണ്ട ഇങ്ങനെ നടന്നു പോയാൽ മതി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മോണിറ്ററിന് മുന്നേ നോക്കാത്തത്. നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില പരിപാടികൾ ചിലപ്പോൾ തോന്നും. സംവിധായകന്മാരിൽ ഒത്തിരി പേരുടെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നമുക്ക് എടുത്തു പറയാൻ ഒരു പേരുണ്ടാവുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യിപ്പിച്ച പല താരങ്ങളെയും ചെയ്യിപ്പിച്ച അങ്ങനെ ഒരു സംവിധായകൻ ആരായിരിക്കും? എനിക്ക് സിബി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കമൽ സാറിനെ ഭയങ്കര ആരാധനയായിരുന്നു. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. കമൽ സാറിൻ്റെ വീട്ടിലൊരു സമയത്ത് ഞാൻ സ്ഥിരം രാവിലെ ഡോർ തുറക്കുന്ന സമയത്ത് സാർ എന്നെ കാണിക്കാണ്ട് ഉണർന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. എന്ത് പറയും സാറ്? അല്ല സാർ എപ്പോഴും അന്ന് സാറിൻ്റെ കൂടെ സ്ഥിരം ആയിരുന്നു. ആ ആളുകൾ സൂര്യേട്ടൻ തൊട്ടുള്ള എല്ലാവരും സ്ഥിരം ആളുകൾ. ഇതിന്ന് ഒരാൾ ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ നിനക്കൊരു അവസരം ഉറപ്പാണ് എന്നൊക്കെ സാർ അന്ന് എന്നിട്ട് നിറമൊക്കെ നടക്കുന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ അതിൽ അസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നീ ഇതിലൊരു ഒരു വേഷം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും നമ്മൾ പറഞ്ഞില്ല സാർ ഞാൻ അഭിനയിക്കാനല്ല. സൂപ്പർ ഹിറ്റായ പടമായിരുന്നു. നിറം എനിക്കിപ്പോഴും നിറത്തിൽ സാർ അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കമൽ സാറിനെ കാണുമ്പോൾ പിന്നെ സാറിനെ കണ്ടിട്ടില്ല ഇതുവരെ. ഇല്ല, ജനഗണമനയ്ക്ക് ശേഷം ഒന്നും സാറിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളും സാറിന്റെ മനസ്സിൽ നിന്ന് അറിയില്ല. കമൽ സാറെ ഇതാണ് കേട്ടോ, കമൽ സാറിന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഡെയിലി കണി കണ്ടിട്ടുള്ള. അപ്പൊ ആ കണി സാറിന് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സാർ സാറിന് അഭിനയിച്ചിട്ടുണ്ട് സാറിന്റെ. എന്നിട്ട് പിന്നെ കറുത്ത പക്ഷികളിൽ അല്ല അതൊക്കെ മറന്നല്ലോ. പക്ഷെ ഇനി ഇപ്പം വേറെ ലെവലിലേക്ക് എത്തിയ കമൽ സാർ ഇനിയും സിനിമകൾ ചെയ്യുമ്പോൾ ഈ മുഖം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തേ. ഞാൻ കമൽ സാറിന് അയച്ചു കൊടുക്കും ഈ ക്ലിപ്പ്. ഉറപ്പായിട്ടും. താങ്ക് യു. അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അല്ലേ? പിന്നെ ആരെങ്കിലും നമ്മൾ പോയിട്ട് വേണ്ട എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്? ഇല്ല, എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ല ആരും. അതിൻ്റെ ഒരു കാരണം നമ്മൾ എവിടെയും അധികമാവാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ ആരെയും അധികം ശല്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ ആകെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള കമൽ സാറിനെ. അത് ഉണ്ണികളെ ഒരു കഥ പറയാന്നൊക്കെ സിനിമ കണ്ടതിൻ്റെ ഹാങ് ഓവറിൽ സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അവിടെ എറിയാട് നല്ല ദൂരമുണ്ട്. രാവിലെ ബസ്സിൽ നേരെ പോകുന്നു. ആദ്യം എന്ത് പറയണ? ആദ്യം കണ്ടപ്പോൾ എന്താ പറയുക കമൽ സാറ്? സാറിനെ ഞാൻ ആദ്യം ഈ പുഴയും കടന്ന് എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസറുണ്ട് കണ്ണൻ പെരുമുടിയോ. പുള്ളി വഴിയാണ് ഞാൻ ആദ്യം ഇങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോഴൊക്കെ സാറ് പറഞ്ഞിരുന്നു നോക്കാം, ഉറപ്പായിട്ടും. എല്ലാവരും പറയുന്നത് അത് ആ സമയത്ത് അതിൽ എല്ലാവരും പറയും. ഇപ്പം നമുക്കത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നോക്കാം, ഉറപ്പായിട്ടും നോക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് സാർ. എനിക്ക് തോന്നുന്നു അയാൾ കഥ എഴുതുകയാണെന്നുള്ള സിനിമയുടെയൊക്കെ ആ സമയത്തൊക്കെ ഏകദേശം ഞാനിങ്ങനെ കയറാം എന്നുള്ളൊരു അവസ്ഥ വരെ എത്തിയതാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ പ്രൊഡ്യൂസറുടെ വക ഇപ്പം മലയാളത്തിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ പുള്ളി കയറി. അങ്ങനെയൊക്കെ അപ്പോൾ വീണ്ടും ഞാൻ കമൽ സാറിൻ്റെ അസോസിയേറ്റ് കയറി. റോഷൻ. അപ്പോൾ മാറ്റി നിർത്തപ്പെട്ടു. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. ചാൻസ് ഉണ്ട് വേറെ ആളുകൾ വരുവാണ്. അങ്ങനെ അതിനേക്കാൾ വലിയത് എന്താ പറയുക, തള്ളി മാറ്റാൻ പറ്റാത്തവർ പറയുന്ന സമയത്തുണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു, വിന്ധ്യൻ ആയിരുന്നു. അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. പുള്ളിയുടെ ഇതിലാണ് വന്നിരിക്കുന്നത്, എനിക്ക് നോ പറയാൻ പറ്റില്ല എന്ന് പറയാം. സാർ എന്നോട് അങ്ങനെ തന്നെ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ സാർ എടുത്തതിൽ എന്ന് പറയുന്ന ഒരു എണ്ണമില്ല അല്ലേ? എത്ര പ്രാവശ്യം പോയി? കമൽ സാറിൻ്റെ അടുത്ത് അത്രയും പോയിട്ടുള്ളൂ. കമൽ സാറിൻ്റെ അടുത്ത് വീട്ടിൽ പോകാറുണ്ട്. പിന്നെ രാമുകാരിയുടെ അവാർഡ് നൈറ്റൊക്കെ നടക്കുന്ന തൃശ്ശൂർ നടക്കുന്ന സമയത്തൊക്കെ സാറൊക്കെ വരും. അപ്പോഴൊക്കെ നമ്മൾ കമൽ സാറിന് മുഖം ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഉണ്ടാകേണ്ടതാണ് സാറിന്. കാരണം എനിക്ക് ഗോളിൻ്റെ സമയത്തൊക്കെ സാർ അന്നും ഇതേമാതിരി ഗോളിൽ സാർ എനിക്കൊരു ക്യാരക്ടർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതും പിന്നെ അവസാന നിമിഷത്തിൽ എന്തോ കാരണം കൊണ്ട് മാറി. പക്ഷെ കറുത്ത പക്ഷികൾ ഞാൻ ചെയ്തിരുന്നു. അത് വലിയൊരു വിഷമായിരുന്നില്ലല്ലോ. അല്ല, 2 സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന രസമുള്ള സീനായിരുന്നു. രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കണം എന്നുള്ള മോഹമായിട്ട് ആഗ്രഹം. സത്യം. ആ കൂട്ടിൽ എത്തപ്പെട്ടില്ല. ഇനി ആ കമൽ സാറിന്റെ കൂട്ടത്തിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഇനി. അതും ഒരു ആഗ്രഹമാണ് ഉറപ്പായിട്ടും. കമൽ സാറിന്റെ അടുത്ത സിനിമയിൽ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, സാറിനെ നമ്മൾ അന്ന് മുതലേ ഒരു മാനസിക ഗുരു എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ കണ്ടിട്ടുള്ള. എനിക്ക് ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് സിബി സാറിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തുകൊണ്ടൊരു മാനസിക ഗുരു എന്ന് കരുതി ഇങ്ങനെയൊക്കെ ഇനി അടുത്ത ചാൻസ് ഒന്നും മടുപ്പ് ക്ഷമ ഭയങ്കര
അതൊരു ക്ഷമയിലേ നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമയുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ല ക്ഷമ ഭയങ്കരമാണ്, അല്ലെങ്കിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അല്ല, നമ്മളത് എൻജോയ് ചെയ്താൽ നമുക്ക് ക്ഷമ വരുന്നത്. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യട്ടെ, എന്ത് തന്നെയാണെങ്കിലും. ഈ കലോത്സവ വേദികളിൽ എന്തായിരുന്നു മെയിനായിട്ട്? ഞാൻ നാടകം. പിന്നീട് പ്രൊഫഷണൽ നാടകം ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് അമേച്ചൂർ നാടകം പോലും ചെയ്തിട്ടില്ല. ഇല്ല. സ്കൂൾ കലോത്സവത്തിലാണ്? സ്കൂളിലും ചെയ്തിരുന്നു, കോളേജിലും. സംസ്ഥാന തലത്തിലൊക്കെ? അന്ന് സ്കൂളിൽ ഞാനായിരുന്നു ഡിസ്ട്രിക്ട് വരെ പോയിരുന്നുള്ളൂ. കോളേജ് ലെവലിൽ ഡി-സോൺ, ഇന്റർ-സോൺ ഒക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. ഇപ്പോൾ അധ്യാപകരൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ? നമ്മൾ ഒരു വേറെ മേഖലയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ പഴയ സ്കൂൾ മുറ്റത്ത് അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിലൊക്കെ എത്താനുള്ള ഒരു ആഗ്രഹം? ഞാൻ സത്യം പറഞ്ഞില്ല. ഞാൻ അന്ന് കോളേജ് കഴിഞ്ഞിട്ട് ഏകദേശം പിന്നെ ഒരു 10-15 വർഷം ഞാൻ ആ കോളേജിലേക്ക് പോയിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ വർഷമാണ് അവിടെ ഒരു മെഗാ അലുമിനിയൊക്കെ നടന്നപ്പോൾ ആണ് ഞാൻ പോയത്. നമ്മളൊരു നടനായിട്ടാണ്. അത് വേറൊരു സന്തോഷമാണ്. പിന്നെ അത് ഭയങ്കര അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അവിടെ ഒരു ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് ഉണ്ട്, അവിടെ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. അത് ഭയങ്കര അനുഭവമാണ്, ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ശ്രീനേട്ടനായിട്ട് നല്ല മാനസികമായിട്ടും വേണമെങ്കിൽ വളരെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കാണുന്ന ഒരാളാണ്. ശ്രീചേട്ടനായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണോ വിനീതിന്റെ അടുത്തേക്ക് എത്തുന്നത് അല്ലേ? ആയുർരേഖ എന്ന് പറയുന്ന സിനിമ നോക്കുന്നത്. അപ്പം എൻ്റെ സീനിയർ എന്ന ചീഫ് അസോസിയേറ്റ് പ്രജിത്തേട്ടനാണ്. പ്രജിത്തേട്ടൻ ഇതേമാതിരി എൻ്റെ ലൈഫിലൊരു വളരെ നിർണായകമായൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ്. അന്ന് അങ്ങനെ ഒരാൾ ചീഫ് അസോസിയേറ്റ് പ്രജിത്തേട്ടൻ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒരു സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ പോയിരിക്കാനുള്ള ധൈര്യം തന്നതൊക്കെ ഈ പ്രജിത്തേട്ടനായിരിക്കും. അത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു വർഷം കഴിഞ്ഞാലും ചേട്ടാ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ പോന്നു എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും തിരക്കുള്ള അസോസിയേറ്റ് ഡയറക്ടറാണ് പ്രജിത്തേട്ടൻ. അപ്പോൾ നമുക്ക് എപ്പോഴും അവിടെ ഒരു സ്ഥലത്ത് നമുക്കുണ്ട്, ഒരു ജോലിയുണ്ട്. അപ്പോൾ നമ്മളത് അതൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് വിനീതിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ആയുർവേദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ശ്രീനേട്ടനായിട്ട് വളരെ നല്ലൊരു സൗഹൃദമാവുന്നത്. പ്രജിത്തേട്ടനായാലും ഞാനായാലും ഒക്കെ ആയിട്ട് ശ്രീനേട്ടനായിട്ടുണ്ടാകുന്ന സൗഹൃദം. അതിൽ നിന്നാണ് ഞങ്ങൾ പാസഞ്ചർ എന്ന സിനിമയിലേക്ക് ശ്രീനേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. പാസഞ്ചർ കഴിഞ്ഞ സമയത്താണ് വിനീതിൻ്റെ സിനിമ തുടങ്ങാൻ പോകുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ ആക്ച്വലി അതിൽ ജോയിൻ ചെയ്തില്ല, വർക്ക് ചെയ്തില്ല. കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ വേറൊരു സിനിമ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്നൊരു സിനിമ അന്ന് അനൗൺസ് ചെയ്തിരുന്നു. എൻ്റെ പൂജയൊക്കെ കഴിഞ്ഞതൊരു വലിയ എപ്പിസോഡായിരുന്നു. അപ്പോൾ അത് നടത്തില്ലേ? ഇല്ല, അത് അവസാന നിമിഷത്തിലെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്. ടെക്നിക്കൽ പ്രശ്നമാണോ? എങ്ങനെ ടെക്നിക്കൽ പ്രശ്നം വരുന്നത്? അല്ല, അന്ന് എന്തൊക്കെയോ ചില ഇഷ്യൂസ് അതങ്ങ് മാറ്റി വയ്ക്കപ്പെട്ടു, അതേ ഉള്ളൂ. അറിയില്ല. അല്ല, ഇതിൻ്റെയൊക്കെ പിന്നിലായിരുന്നു നമ്മൾ എന്താ പറയുക, വേദനിപ്പിക്കില്ല. വെറുതെ ആരുടെയും തെറ്റുവെക്കൊണ്ടൊന്നും ആവില്ല എന്ന് ഇതൊക്കെ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ പറഞ്ഞ കാര്യമുണ്ട്, കുഴപ്പിക്കരുത്. എനിക്ക് അങ്ങനത്തെ സാധനം കിട്ടുവാണെങ്കിലുള്ള നമുക്കൊരു തൃപ്തനാവുള്ളൂ. അതാ എൻ്റെ ഒരു പ്രശ്നം. അല്ല, അത് ആരുടെയും എന്താ പറയുക, ആരും മനഃപൂർവ്വമല്ല ഇതൊന്നും. അതാണ് ഇതിൻ്റെ സംഭവം. സംഭവിച്ചു പോകുന്നതാണ്. എങ്ങനെയൊക്കെയോ ചില കാര്യങ്ങൾ മുടങ്ങുന്നു, ചിലത് സംഭവിക്കുന്നു. അതൊക്കെ നമ്മുടെ ഒന്നും ആരും മനഃപൂർവ്വമല്ല. ആരും ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സിനിമ മേഖലയിൽ വ്യക്തിപരമായിട്ടും ആരും എന്നെ അങ്ങനെ ദ്രോഹിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഇയാൾ ദ്രോഹിക്കണമെന്ന് കരുതിയിട്ട് ആരും ദ്രോഹിച്ചിട്ടില്ല. ഈ സ്ക്രിപ്റ്റുകൾ കേട്ട് കഴിയുമ്പോൾ വീട്ടിൽ പോയി സംസാരിക്കും, ഇതാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ എന്ത് ചില സിനിമകൾ പറയുമ്പോൾ എന്താണ് പറയുക? വീട്ടിൽ പോയിട്ട് ഞാൻ സിനിമയെക്കുറിച്ച്, കാരണം എൻ്റെ വൈഫ് സിനിമയെക്കുറിച്ച് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഥ കേട്ടാലും വീട്ടിൽ പോയിട്ട് പറയാറുണ്ട്. ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. വേണ്ട എന്ന് പറയാറുണ്ട്. ഈ കഥാപാത്രം ചെയ്താൽ ഒരു എന്തെങ്കിലും ഇല്ല വേണോ ചിന്തിക്കാനുള്ള ഒരു സമയം എടുപ്പിച്ചിട്ട്? ഇല്ല, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് രണ്ടാമതൊന്നും ചിന്തിക്കണോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. ചിലത് ഈ പറഞ്ഞ മാതിരി എനിക്ക് ചെയ്യാൻ മടിയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ മാതിരി ചില ധൈര്യമില്ലായ്മ സംഭവിക്കുമ്പോൾ പറയാല്ല, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തോളൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തുടങ്ങിയിട്ടില്ല, സിനിമ തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പം ഈ കുറച്ച് കഥാപാത്രം ചെയ്തിട്ടുള്ളൂ എങ്കിലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയാൽ എനിക്കത് ഒന്നും കൂടെ ഫലിപ്പിച്ചെടുക്കാം, അങ്ങനെ ഒരു ആഗ്രഹമുള്ള കഥാപാത്രം ഏതായിരിക്കും? ഞാനിതുവരെ ചെയ്യാത്തൊരു
ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതല്ലേ, ധൈര്യമാണ്. ആ പിന്നെ ചിരി മതി അതിനകത്ത് പിടിച്ചിരിക്കാൻ. നിങ്ങൾ ചിരിയിലൂടെയും പറഞ്ഞു പോകാന്ന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാരണം ഇപ്പോൾ വരുന്നതെല്ലാം ഒരു പ്രശ്നം, ഞാനിപ്പോൾ കണ്ടൊരു പ്രശ്നം ഈ പറഞ്ഞ കാര്യം എല്ലാം സൈബർ സെൽ ഓഫീസർ, പ്രൊഫസർ, അഡ്വക്കേറ്റ്, അതൊന്നും മാറിയിട്ടില്ല. അത്തരം ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് എല്ലാം. വൈറ്റ് കോളർ ജോബ്സാണ് എനിക്ക് എല്ലാം വരുന്നത്. അപ്പം അതിൽ നിന്നൊന്നും ജനഗണ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞത് ഇത് പറയും. സത്യമായിട്ട് എല്ലാ ചെയ്ത സിനിമകളും എല്ലാം നമുക്ക് പ്രിയമാണ്, ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്ത സിനിമകളാണ്. എങ്കിലും എപ്പോഴും പറയുന്നുണ്ടല്ലോ. എനിക്ക് 1000 ബേബീസ് ആണ് എൻ്റെ കുറച്ചുകൂടെ. കാരണം അത് ഒന്നും കൂടെ ഈ പറഞ്ഞ ഒരു കൈകാര്യം ചെയ്ത വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജനഗണമന എന്ന് പറയുന്ന സിനിമ പോലെ തന്നെ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ 1000 ബേബീസ് തന്നെ ഉറപ്പായിട്ടും സംവിധാനത്തിലേക്ക് ഇനി ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പുതിയ പ്രൊജക്റ്റ് ആലോചനയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പടക്കുതിര എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നുണ്ട്. എനിക്ക് അജു, ഇന്ദ്രൻ ചേട്ടനൊക്കെ ആണ്. പിന്നെ മുരളി ഗോപി ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നൊരു സിനിമ, ടിയാൻ്റെ ഡയറക്ടർ ചെയ്യുന്ന ആര്യയാണ് അതിൽ. അത് ഈ പറഞ്ഞൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതിപ്പോൾ കേരളത്തിന് പുറത്താണ് ഷൂട്ട്. അവരിനി ട്രിവാൻഡ്രത്തെ ഷെഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യും. ഇനി മമ്മൂക്ക മോഹൻലാലിനെ കൂടെ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ്? എല്ലാവരും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു സിനിമ വേണം, ഉറപ്പായിട്ടും. വന്നിട്ടില്ല. ഞാനിങ്ങനെ അത് വല്ലാത്തൊരു ആഗ്രഹമാണ്. അതിനു വേണ്ടി 1-2 പേരോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നു. ചോദിക്കണം, സത്യം നമ്മൾ ചോദിക്കില്ല എന്നുള്ള അങ്ങനെ ഒരു സിനിമ ചെയ്യണം, ഭാഗമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രാജുവിനെ കാണും എന്തായാലും. എമ്പുരാനൊക്കെ ഇനി കൊച്ചിയിലേക്കൊക്കെ ഷൂട്ടിംഗ് വരാൻ പോവാണ്. അതെ, ട്രിവാൻഡ്രം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കൊച്ചിയിലേക്ക് ഈ ആഴ്ച തന്നെ കൊച്ചിയിലേക്ക് ഷൂട്ടാവും. നീ അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെയാ പറഞ്ഞത്. അതിലേക്കൊരു ചോദ്യചിഹ്നം ഉയർത്തില്ല. അതിലേക്കൊക്കെ ഓൾറെഡി അല്ല, അതുകൊണ്ടല്ല എൻ്റെ ഒരു വിശ്വാസം. ഒരു പക്ഷേ അങ്ങനെ ഒരു എന്തെങ്കിലും വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അവരൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ്. കാരണം അവർക്ക് ഒരിക്കലും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യുക. ഒത്തിരി സന്തോഷം. ഈ ക്ഷമ നമ്മളെ കാണി ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ വരെ എത്തുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ആരെയും മുതലിക്കാൻ ഈ സൈഡിലൂടെ ഞാനങ്ങ് പൊക്കോളാം. ഒരേ ഒരു വിഷമമുള്ളൂ, നിങ്ങൾക്ക് ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്നും തരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അല്ല, ഞാൻ ഇതിന്ന് എടുത്തോളാം. ഇതിന്ന് ഞങ്ങൾക്ക് എവിടെയോ കണ്ടുവച്ചിട്ടുണ്ട്. തലക്കെട്ടിടാനുള്ള സാധനമൊക്കെ ഉണ്ട്. അറിയാതെ എന്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അത് കൊടുത്താൽ മതിയല്ലോ എന്നിങ്ങനെ ചിന്തിച്ചോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മൈൻഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒത്തിരി സിനിമകൾ ചെയ്യുക. പറഞ്ഞതുപോലെ നല്ല സൗഹൃദത്തോടു കൂടി ജീവിക്കുക. ഉറപ്പായിട്ടും. ക്ഷമ ഏതറ്റം വരെയും. ക്ഷമ നമ്മള് ഈ മുസ്ലിംസ് ക്ഷമ സ്വർഗത്തിന്റെ ഒരു എൻട്രിയാന്ന് പറയാം. മുസ്ലിംസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കരമാട്ടോ. എനിക്കൊന്നും ക്ഷമയില്ലാത്ത, കാത്തിരിക്കാനൊന്നും പറ്റില്ല. റസാക്കിയാണ് പണ്ട് പറഞ്ഞത്. റസാക്കിക്കാരനോട് പറഞ്ഞൊരു വാക്കാണ്, കാത്തിരിക്കുന്നവന് കനകം കൊണ്ടുതരും പടച്ചോന്ന് പറഞ്ഞിട്ട്. നേരത്തെ പറഞ്ഞ അത് അന്ന് റസാക്ക് എത്ര വർഷം മുന്നേ പറഞ്ഞു. പക്ഷെ ചില വാക്കുകൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് അറിയാതെ കയറിപ്പോകും. അങ്ങനൊരു ചില ഇപ്പോഴത്തെ ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ വൈഫ് പറയില്ല സിനിമയ്ക്ക് പോണോ ചേട്ടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഹേമ കമ്മിറ്റി വിഷയം, പല വിഷയങ്ങൾ നടക്കമുണ്ടല്ലോ. ചേട്ടാ ഇത് കുടുങ്ങോ പോണ്ട എന്നൊക്കെ. കുടുങ്ങില്ല, വൈഫ് എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അല്ല അതുകൊണ്ടല്ല, കുടുങ്ങില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. ചുമ്മാ കുടുങ്ങുമല്ല, കുടുക്കുവാണ്. വെറുതെ പേര് പറയല്ലേ. സത്യാവസത്യം തിരിച്ചറിയാത്ത കാലത്ത് പോലും നമ്മൾ പോകുന്നു. അല്ല, പിന്നെ നമ്മൾ ഈ സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്. അത് ഇവിടെ അല്ലെങ്കിലും എന്താ പറയുക, എവിടെയും ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ആർക്കും ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കാവുന്ന സാധ്യതകളല്ല. അല്ലേ പറഞ്ഞത് നമ്മുടെ നല്ല സ്വഭാവം കുടുംബക്കാർക്കല്ല. പക്ഷെ വന്ന് പറയുന്നവരെന്താ പറയുന്നത് അവർക്ക് പിന്നെ അറിയാൻ മേല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇപ്പം സിനിമയ്ക്ക് പോകുമ്പോൾ പോണോ എന്ന് ചോദിച്ചിട്ട് ഉയർത്തുന്നു കുടുംബം എന്നാണ് പറയുന്നത്. ഒരു നിർമ്മാതാവ് പുതിയതായിട്ട് വരുമ്പോൾ എങ്ങോട്ടാ സിനിമയ്ക്കെന്ന് പറഞ്ഞു വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞവരെ എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഫാമിലിയിൽ നിന്ന് കിട്ടിയൊരു സപ്പോർട്ട് ഉറപ്പായിട്ടും തുടർന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യം ആകെ ഏറ്റവും ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് അവരെയാണ്. അവർക്ക് നിലവിൽ ഉള്ള വിശ്വാസം നാളെയും ഉണ്ടാകും, നാളെയും ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള വിശ്വാസം നാളെയും ഉണ്ടാകും. പിന്നെ പറഞ്ഞതുപോലെ ആളുകൾ ഇപ്പൊ സിനിമയ്ക്ക് വരാൻ മടിക്കുന്നുണ്ട്. പുതിയ പുതിയ നിർമ്മാതാക്കൾ വരാൻ മടിക്കുന്നു. ചേംബറിലൊക്കെ രജിസ്ട്രേഷൻ വളരെ കുറഞ്ഞു. വിഷയങ്ങൾ വെച്ച് കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇതും കടന്നു പോകുന്നേ കാലം, ഇതും കടന്നു പോകും. വീണ്ടും ഈ
ഈ സംശയങ്ങളൊക്കെ മാറും. സിനിമ വീണ്ടും അതിൻ്റെ എല്ലാ പരിശുദ്ധിയോടുകൂടി തിരിച്ചു വരും, ഒരു സംശയമില്ല. തീർച്ചയായിട്ടും സിനിമ സജീവമായിരിക്കും. ആയിരിക്കണം, ഇപ്പൊ കലാരൂപം കാരണം ഇത്രയും അധികം ആർട്ട് ഫോമുകൾ ഒന്നിക്കുന്ന ഒരു വേറൊരു ആർട്ട് ഫോം ഇല്ലല്ലോ. അതെ അതെ അതെ. അപ്പം അത് എന്നും എത്രയും സജീവമായിട്ട് നിന്നേ പറ്റൂ. അപ്പം എല്ലാ കാർമേഘവും മാറി മേഘം തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഉറപ്പായിട്ടും നല്ല കാലഘട്ടത്തിലൂടെ പണ്ടോടിയ പോലെ പണ്ട് നടന്ന പോലെ സിനിമ സംഭവിക്കും. കോവിഡും പ്രളയമെല്ലാം നമ്മൾ അതിജീവിച്ചതല്ലേ. അതിജീവിച്ചിട്ട് തിയേറ്ററിലേക്ക് ആള് ഇടിച്ചു കയറുന്ന കാലഘട്ടത്തിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബ്രേക്ക് വരുന്നത്. അതെ അതെ. ആ ബ്രേക്കിൽ ഇപ്പോഴും നല്ല സിനിമകൾ, വാഴ പോലത്തെ ഒക്കെ ചെറിയ ചെറിയ ഹിറ്റടിക്കുന്ന കാലഘട്ടമാണല്ലേ. അതൊന്നും പ്രേക്ഷകർ ഇതൊന്നും നോക്കുന്നില്ല. അല്ല അവർക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടുക, അത്ര ആവശ്യമുള്ളൂ. അവർ ആസ്വദിച്ച് തന്നെ പോകും, പിന്നെ അതിനൊരു മാറ്റമില്ല. അപ്പം അങ്ങനെ നല്ല സിനിമ കിട്ടട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇന്നലെ തന്നെ പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ രാവിലെ തന്നെ 10 മണിക്ക് തന്നെ തയ്യാറായി വന്നേരും കേട്ടോ. താങ്ക് യു. ഉറപ്പായിട്ടും നമുക്ക് ഇനി നല്ല ഇൻ്റർവ്യൂകൾ വീണ്ടും നടത്താൻ പറ്റട്ടെ. തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ ചെയ്തിട്ട് നല്ല ഇൻ്റർവ്യൂസ് ഇനിയും നമുക്ക് നടത്താം. ഒത്തിരി സന്തോഷം. താങ്ക് യു.